ഹലോ എവ്രി വൺ മൈ ഡിയർ ഫ്രണ്ട്സ്. ഈറ്റുമന ഇല്ലത്തെ യക്ഷി എന്ന കഥയുടെ 11ാമത്തെ പാർട്ടിലേക്ക് കടക്കാം. ഈ കഥയുടെ അവസാന പാർട്ടിലേക്ക് നമുക്കുടൻ തന്നെ കടക്കാം. കണ്ണാ, നിനക്കെന്നോട് ദേഷ്യം തോന്നല്ല മോനെ. ആൻ്റണി അന്ന് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് അന്ന് എനിക്ക് അയാളെ കൊല്ലേണ്ടി വന്നത്. നിന്റെ അമ്മ പാവായിരുന്നടാ. അവളോട് ദ്രോഹം ചെയ്ത ഒരാളെയും വെറുതെ വിടാൻ പാടില്ല. വർഗീസ് നിലത്തിരുന്ന് പൊട്ടിക്കരയുകയായിരുന്നു. കാർത്തിക് അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ചേട്ടായി, എഴുന്നേൽക്ക്. ശേഖറിൻ്റെ ജീവനെടുത്തിട്ടേ ഇനി നമുക്ക് വിശ്രമമുള്ളൂ. അവൻ എന്തോ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെന്ന് വർഗീസിന് തോന്നി. കാർത്തിക് ഉണ്ണിയെയും കൂട്ടി രാഗിണി തമ്പുരാട്ടിയുടെ അടുത്തേക്കാണ് പോയത്. തമ്പുരാട്ടി, സ്ഥലം രജിസ്ട്രേഷന് മുമ്പ് ശേഖറിനോട് നാട്ടിലേക്ക് വരാൻ പറയൂ. ഞങ്ങൾ ഇല്ലത്തിന് 3 കോടി രൂപ നൽകാൻ തയ്യാറാണ്. ഇല്ലം വാങ്ങാന്നുള്ളത് എൻ്റെ മനസ്സിലെ അത്രയും വലിയൊരു സ്വപ്നമാണ്. എല്ലാം റെഡിയായതിനു ശേഷം പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. കാർത്തിക്കിൻ്റെ വാക്കുകൾ കേട്ടതും രാഗിണി തമ്പുരാട്ടിക്ക് സന്തോഷമായി. ഒടുക്കം പൂർണ്ണ സമ്മതത്തോടെ മന വാങ്ങാൻ ആളുകൾ എത്തിയല്ലോ. അവർ ഉടനെ തന്നെ ശേഖറിനെ വിളിച്ച് വിവരം പറഞ്ഞു. 3 കോടി രൂപ മുടക്കി മന വാങ്ങാൻ ഒരു കൂട്ടർ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അയാൾക്കും സന്തോഷമായി. അയാൾ ഉടൻ തന്നെ നാട്ടിലേക്ക് വരുവാൻ തയ്യാറായി. ശേഖർ വരാൻ ഒരുങ്ങിയപ്പോഴേക്കും നാട്ടിൽ കാർത്തിക്കും കൂട്ടരും അവന് വേണ്ട കെണികൾ റെഡിയാക്കാൻ ആരംഭിച്ചു. അധികം താമസിയാതെ തന്നെ ശേഖർ നാട്ടിലേക്ക് എത്തിച്ചേർന്നു. അയാൾ രാഗിണി തമ്പുരാട്ടിയുടെ ആ കൊച്ചു കൂരയിലേക്ക് എത്തിച്ചേർന്നു. എന്താണമ്മേ, ഇപ്പോഴും അമ്മ ഇവിടെ തന്നെയാണോ താമസിക്കുന്നത്? ഇവിടെ അമ്മയ്ക്കൊപ്പം നിൽക്കാനൊന്നും തൽക്കാലം എനിക്ക് കഴിയില്ല. ഞാൻ ഏതെങ്കിലും ഹോട്ടലിൽ ഒരു റൂം എടുത്തോളാം. അവൻ അമ്മയോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോവാനിറങ്ങി. ആ വൃദ്ധ മാതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മോനെ, അത്രയും വലിയൊരു ഇല്ലത്തിൻ്റെ അവകാശിയാണ് ഞാൻ. എന്നിട്ടും അതിൻ്റെ ഉപകാരം എനിക്കോ നിനക്കോ ഇപ്പോഴും കിട്ടുന്നില്ലല്ലോ. എല്ലാം തറവാട്ടിലെ പുരുഷന്മാരുടെ ദുഷിച്ച സ്വഭാവം കൊണ്ട് കിട്ടിയ ഗുണമല്ലേ? അവർ മുഖം തുടച്ച് ശേഖറിനെ നോക്കി. അതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ അമ്മേ. ഇനി ഏതായാലും ആ കച്ചവടം നടന്നു കിട്ടിയാൽ നമുക്ക് ഈ നാടുമായിട്ടുള്ള പൂർണ്ണ ബന്ധം ഉപേക്ഷിക്കാം. അമ്മയും എൻ്റെ കൂടെ വന്നോളൂ. അന്നത്തെ ദിവസം വൈകുന്നേരം കാർത്തിക് ശേഖറിനെ ഇല്ലത്തേക്ക് വിളിപ്പിച്ചു. ഇല്ലത്തേക്ക് പോകുന്നതിനോട് ശേഖറിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും യക്ഷിയെ ഭയന്ന് താൻ പോവാതിരിക്കുകയാണെന്ന് അവർ കരുതിയാൽ ഈ സ്ഥലക്കച്ചവടം തന്നെ നടക്കാതായി പോവാൻ സാധ്യതയുണ്ടെന്ന് അയാൾക്ക് തോന്നി. കാർത്തിക്, നിങ്ങളിപ്പോൾ ഹോട്ടലിലല്ലേ താമസിക്കുന്നത്? ഞാൻ നിങ്ങളുടെ റൂമിലേക്ക് വരാം. അതാവുമ്പോൾ നമുക്ക് ഇരുന്ന് സംസാരിക്കുകയും ചെയ്യാം. മായയ്ക്ക് ശേഖറിൻ്റെ മനസ്സിലിരിപ്പ് അറിയാൻ കഴിഞ്ഞു. കാർത്തി, അവന് ഭയം ഉണ്ടാകും. ഇല്ലത്തേക്ക് കയറി വരുമ്പോൾ അവിടെ നാൻസി ചേച്ചിയുടെ ആത്മാവുണ്ടോ എന്ന് അവനിപ്പോഴും ഭയമുണ്ടാകും. അവൻ്റെ അച്ഛനെ അടക്കം ഇല്ലത്തുള്ള മുഴുവൻ പുരുഷന്മാരെയും ഇല്ലത്ത് വച്ചാണ് മരണപ്പെട്ടത്. എന്നെ മോശം രീതിയിൽ സമീപിച്ച ഒരാളെ പോലും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. മായയുടെ വാക്കുകൾ കേട്ട കാർത്തി ശേഖറിനോട് സമ്മതം മൂളി. ഓക്കെ ശേഖർ, താൻ എൻ്റെ ഹോട്ടൽ റൂമിലേക്ക് വന്നോളൂ. അവർ എല്ലാവരും ശേഖർ വരാനായി കാത്തിരിക്കുകയായിരുന്നു. സമയം സന്ധ്യയോടടുത്തു. അവരുടെ റൂമിന് പുറത്തായി ബെല്ലിൽ ശേഖർ പതുക്കെ വിരലമർത്തി. യമുനയായിരുന്നു ചെന്ന് വാതിൽ തുറന്നത്. അവൾ പതിയെ ചെന്ന് ശേഖറിൻ്റെ മുൻപിലായി വാതിൽ തുറന്നു കൊടുത്തു. തൻ്റെ മുൻപിൽ നിൽക്കുന്ന സുന്ദരിയായ യുവതിയെ കണ്ട് ശേഖർ ഒന്ന് സംശയിച്ചു. ഇത് തന്നെയല്ലേ കാർത്തിക്കിൻ്റെ റൂം? അയാൾ സംശയത്തോടെ ചോദിച്ചു. അതെ സാർ, ഇവിടെ തന്നെയാണ് കാർത്തിക് താമസിക്കുന്നത്. അവൻ പുറത്തു പോയിരിക്കുകയാണ്, ഇപ്പോൾ വരും. അവൾ ഭംഗിയായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങളിരിക്കൂ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. മുൻവശത്തെ സോഫയിലേക്ക് വിരൽ ചൂണ്ടി യമുന അകത്തേക്ക് കയറിപ്പോയി. ശേഖർ അവൾ കാണിച്ച സോഫയിലേക്കിരുന്നു. അവൻ ചുറ്റും കണ്ണോടിച്ചു. ആരാണ് ഈ കാർത്തിക്? ഇത്രയും വലിയ ഒരു തുക നൽകി ഇല്ലം സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ആൾ അതാരായിരിക്കും? അപ്പോഴേക്കും യമുന ഒരു ഗ്ലാസ്സിൽ തണുത്ത ജ്യൂസുമായി അയാൾക്കരികിലെത്തി കഴിഞ്ഞിരുന്നു. പതുക്കെ ജ്യൂസ് യമുന ശേഖറിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ആ സമയം മൃദുലമായി അവൾ അയാളുടെ കൈകളിൽ ഒന്ന് സ്പർശിച്ചു. ശേഖർ കണ്ണുകൾ ഉയർത്തി അവളുടെ മുഖത്തേക്ക് ഒരു മാത്രയൊന്ന് നോക്കി. നേർത്ത സാരിയിൽ അവളുടെ ഉടലും ശരീരവും അയാൾ വ്യക്തമായി കണ്ടു. ചുവന്നു തൊടുത്ത ചുണ്ടുകളിൽ മാദക സൗന്ദര്യം കണ്ട അയാൾ
അറിയാതെ അവളുടെ നോട്ടത്തിൽ മയങ്ങി നിന്നു. പതിയെ അവൾ അവനെ അകത്ത മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശേഖറിൻ്റെ ഉള്ളം തുടിച്ചു. ഇവിടെ വച്ച് ഇങ്ങനൊരവസരം തനിക്ക് ലഭിക്കുമെന്ന് അയാൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇത് കാർത്തികിൻ്റെ ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ കാമുകി. ആരായാലും തനിക്ക് കുഴപ്പമൊന്നുമില്ല. എങ്ങനെയായാലും തനിക്ക് ഇതും ഒരു ലാഭമാണ്. പെട്ടെന്നയാൾ അയാളുടെ സ്വഭാവം പുറത്തെടുത്തു. അവളുടെ അരക്കെട്ടിലൂടെ അവളെ തൻ്റെ ദേഹത്തേക്ക് ശേഖർ ചേർത്തു പിടിച്ചു. നിൽക്കൂ, ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറി വരാം. അവൾ വികാരഭരിതയായിക്കൊണ്ട് അവനെ കട്ടിലിലേക്ക് മറിച്ചിട്ടു. അവൾ ബാത്റൂമിലേക്ക് കയറിപ്പോയി. ശേഖറിൻ്റെ മനസ്സിൽ മോഹം അലയടിച്ചുയർന്നു. അയാൾ യമുന വരാൻ വേണ്ടി ആ കട്ടിലിൽ കാത്തിരുന്നു. ബാത്റൂമിൻ്റെ വാതിൽ തുറന്ന് അവൾ പുറത്തേക്കിറങ്ങി വന്നു. അവൻ ആവേശത്തോടെ അവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ചതും എന്തോ ഒരപാകത അയാൾക്ക് അനുഭവപ്പെട്ടു. ബാത്റൂമിലേക്ക് കയറിപ്പോയ ആളല്ല പുറത്തേക്കിറങ്ങി വന്നിരിക്കുന്നത് എന്ന് അയാൾക്ക് തോന്നി. ആ റൂമിൽ നിറയെ പാലപ്പൂവിൻ്റെ ഗന്ധം പരന്നു. അയാൾ തൻ്റെ ദേഹത്തു നിന്നും ആ സ്ത്രീ രൂപത്തെ ബലമായി അടർത്തി മാറ്റി. ഒരു നിമിഷം ആ മുഖം കണ്ട ശേഖർ നടുങ്ങിപ്പോയി. മായ, വർഷങ്ങൾക്ക് മുൻപ് താൻ കൊലപ്പെടുത്തിയ മായ, നാൻസിയുടെ അനിയത്തിക്കുട്ടി. അയാളുടെ ശബ്ദം നഷ്ടപ്പെട്ടു പോയി. ഉടലാകെ വിറയ്ക്കുവാൻ തുടങ്ങി. എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ പകച്ചു നിന്നു. ശേഷം ധൃതിപ്പെട്ട് ശേഖർ വാതിലിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു. എന്നാൽ അവിടെ ലോക്കായി കഴിഞ്ഞിരുന്നു. മായ അയാൾക്കരികിലേക്ക് നടന്നെടുത്തു. വേണ്ട മായ, അരുത്. ഞാൻ ഈയിടെയായി ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ചുകൊണ്ടിരിക്കുക. പ്ലീസ് എന്നെ വെറുതെ വിടണം. അയാൾ തൊഴുകൈയോടെ കെഞ്ചി കരഞ്ഞു. മായ അയാൾക്കടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. എന്താണ് ശേഖർ, തനിക്ക് എന്നെ വേണ്ടേ? ഞാൻ നിനക്ക് വേണ്ടി ഇത്ര കാലവും കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ അരികിലെത്തിയപ്പോൾ നീ എൻ്റെ അടുത്തുനിന്ന് പൊയ്ക്കളയല്ലേ? അവൾ അവൻ്റെ കൈകൾ പതിയെ കയ്യിലെടുത്തു. ആ ശരീരമാകെ വിറയ്ക്കുന്നത് മായ അറിയുന്നുണ്ടായിരുന്നു. ശേഖർ, നീ എത്ര മാറിയെന്ന് പറഞ്ഞാലും നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ നിനക്കൊരിക്കലും കഴിയില്ല. അന്നത്തെ ആ സന്ധ്യാസമയം മായയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു. തൻ്റെ ചേച്ചിയെ ഇല്ലാതാക്കിയ ദുഷ്ടനോട് പകരം ചോദിക്കുവാൻ, തൻ്റെ മാനം പിച്ച് ചിന്തിയെറിഞ്ഞവനോട് പ്രതികാരം വീട്ടുവാൻ അവൾ ഒരു യക്ഷിയേക്കാൾ അപകടകാരിയായി മാറി. ആ പകപോക്കലിൽ ശേഖർ എന്ന കഥ അവസാനിച്ചു. ഈറ്റുമനയിലെ യക്ഷിയും യക്ഷിക്കഥയും അതോടെ ഇല്ലാതായി. കാർത്തിക് തൻ്റെ തറവാട് തിരിച്ചു പിടിച്ചു. പിന്നീടുള്ള കാലം അവൻ അമ്മയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന വീട്ടിൽ താമസിക്കുവാൻ തുടങ്ങി. ഈറ്റുമന ഇല്ലത്തെ യക്ഷി എന്ന ഈ മനോഹരമായ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഒരു അടിപൊളി കഥയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.